ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബൈക്കിലൊക്കെ ഇതുപോലുള്ള ഫോഗ് ലാമ്പുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് രണ്ട് ടൂൾസ് മാത്രമാണ് ആവശ്യമുള്ളത്. ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, അതേപോലെ തന്നെ ഒരു 10mm 10ൻ്റെ ഒരു സ്പാനറാണ്. അപ്പോൾ സ്പാനർ ഡബിൾ എൻഡോ അല്ലെങ്കിൽ റിങ്ങോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അത്യാവശ്യം കുറച്ച് വയറുകളും അതുപോലെ തന്നെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസുലേഷൻ ടാപ്പ് മാത്രമാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളുടെ ഏത് വണ്ടിയാണെങ്കിലും നമ്മുടെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു സെറ്റ് നമുക്ക് അഴിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ആ ഒരു കണക്ഷൻ അവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ അത് എങ്ങനെയാണ് അത് അഴിച്ചെടുക്കുന്നത് എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്നാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ യൂണിക്കോണിന് ഇതുപോലെയാണ് വളരെ എളുപ്പത്തിൽ. ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ താഴെയായിട്ട് നമ്മൾ നമ്പർ പ്ലേറ്റിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഇതുപോലൊരു ബോൾട്ട് കാണും. പിന്നെ ഈ സൈഡിലുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ അഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 സ്ക്രൂകളും കാണാൻ പറ്റും. അപ്പോൾ ഇത് അഴിക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രൂ മാത്രം അഴിച്ചെടുത്താൽ പോരാ, അതിൻ്റെ താഴെ എടുത്താൽ ഇതുപോലൊരു മൗണ്ടിങ് പോലൊരു സാധനം കൂടി വരുന്നുണ്ട്. കണ്ടില്ലേ? ഇതും കൂടി നമുക്കൊന്ന് അഴിച്ചെടുക്കണം. എന്നാലും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ആ ഒരു ഇതുപോലെ കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഊരുക, അതിന് ശേഷം കുറച്ച് മുകളിലേക്ക് ഫോഴ്സ് കൊടുത്തിട്ട് പതുക്കെ വലിച്ചാൽ മതി, സിമ്പിളായിട്ട് ഊരി പോരും. അപ്പോൾ നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കണക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ആ കണക്ഷൻ ജസ്റ്റ് ഒന്ന് ഊരി വിടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് അവിടെ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു കണക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കീ സ്വിച്ച് നോക്കുക. അപ്പോൾ കീ സ്വിച്ചിൻ്റെ അടിഭാഗത്ത് ഉണ്ടാവും, ഈ കീയുടെ ആ ഒരു സെറ്റ് വരുന്നതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു ബ്ലാക്ക് വയർ ഇങ്ങനെ വന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ബ്ലാക്ക് വയറിൻ്റെ ഉള്ളിലാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള വയറുകൾ വരുന്നത്. അപ്പോൾ ശരിക്കും എത്ര വയർ ഉണ്ടാവും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല, ഓരോ വണ്ടിക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ യൂണിക്കോൺ അല്ലെങ്കിൽ ഹോണ്ടയുടെ വണ്ടികൾക്കൊക്കെ മിക്കവാറും ഇങ്ങനെ 2 വയറുകളാണ് വരുന്നത്. അതായത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. മനസ്സിലായില്ലേ? അതായത് നമ്മളെ കീ സ്വിച്ചിലേക്ക് 12 വോൾട്ട് സപ്ലൈ കയറുന്നത് ഒരു വയർ, തിരിച്ച് ഇറങ്ങുന്നത് വേറൊരു വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇറങ്ങുന്ന വയറാണ് നമുക്ക് വേണ്ടത്. അതായത് കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വരുന്നത് 12 വോൾട്ട് വരുന്നത് ഏത് വയറാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ളൊരു സ്വിച്ചാണ്. അപ്പോൾ ഈ സ്വിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എക്സ്റ്റേണലായിട്ട് വണ്ടിക്ക് എന്ത് ലൈറ്റ് വെക്കുകയാണെങ്കിലും മിക്കവാറും എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് തന്നെയാണിത്. ഇതിന് ഏകദേശം ഒരു 80 രൂപ 100 രൂപയ്ക്കാണ് വില വരുന്നത്. അപ്പോൾ ആ ഒരു സ്വിച്ച് അവിടെ സിമ്പിളായിട്ട് ഒരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 സ്ക്രൂ വെച്ചിട്ട് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ അതിൽ നിന്ന് ഓൾറെഡി നമ്മുടെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്ററും അതുപോലെ ആ ഒരു വയർ താഴത്തേക്ക് പോകുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ആ സ്വിച്ചിൻ്റെ ആ വയറും കൂടി ജസ്റ്റ് ഒന്ന് റൂട്ട് ചെയ്യുക. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മറ്റേ വയറിൻ്റെ കൂടെ ഒന്ന് ടൈയൊക്കെ അടിച്ച് കേബിൾ ടൈയൊക്കെ അടിച്ചൊക്കെ വയ്ക്കാം. ഒന്ന് നീറ്റായിട്ട് വേണമെങ്കിൽ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന 2 വയറുകളാണ് ഈ കാണുന്നത്. ഒരു യെല്ലോയും അതുപോലെ വൈറ്റുമാണ് ആ ഒരു 2 വയർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കീ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് വയറിലാണോ 12 വോൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഞാനൊരു ഡയഗ്രാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ 1 എന്നുള്ള പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററിയിൽ നിന്ന് 12 വോൾട്ട് സപ്ലൈ വരുന്നു. എന്നിട്ട് നമ്മളെ കപ്ലർ, നമ്മുടെ ആ ഒരു കണക്ടർ ഉണ്ടല്ലോ, വൈറ്റ് കണക്ടർ നമ്മൾ ഊരിയിട്ടുള്ള ആ ഒരു കണക്ടറിൽ കയറിയിട്ട് നേരെ കീ സ്വിച്ചിലേക്ക് കയറുന്നു. തിരിച്ചിറങ്ങി സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങിയിട്ട് നേരെ 12 വോൾട്ട് സപ്ലൈ എന്ത് ചെയ്യും, മറ്റ് സർക്യൂട്ടിലേക്ക് ടു അതർ സർക്യൂട്ട്സ് എന്നുള്ള സംഭവത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ആ 12 വോൾട്ട് സപ്ലൈ ആണ് കിട്ടേണ്ടത്. മനസ്സിലായി? സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു 12 വോൾട്ടാണ് കിട്ടുന്നത്. ഫുൾ ടൈം 12 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു വയർ നമ്മൾ റെഡും ബ്ലാക്കും ചേർന്നിട്ടുള്ള ആ ഒരു കളർ വയറാണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാധാരണ ഒരു ബൾബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ കണക്ടറിൻ്റെ ഉള്ളിൽ ഇത് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് നീളത്തിൽ സ്ലീവ് കളഞ്ഞതിന് ശേഷം, നമ്മൾ ഇൻസുലേഷൻ കുറച്ച് നീളത്തിൽ കളഞ്ഞതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ പുറത്തേക്കും കുറച്ച് ഇൻസുലേഷൻ കളയണം. എന്നാലേ നമുക്ക് ഇതുപോലെ നമ്മൾ ആ ഒരു കണക്ടർ പഴയ പോലെ തന്നെ കണക്ട് ചെയ്യാൻ കഴിയുള്ളൂ. മനസ്സിലായി? അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരാം. നമ്മൾ ഡയഗ്രാം ഒന്നുകൂടി നോക്കാം. അതില്ല, നമ്മൾ ആ ഒരു കീ സ്വിച്ചിൽ നിന്ന് വന്നിട്ട് നേരെ കപ്ലറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റേണലായിട്ട് വേറൊരു വയർ നമ്മൾ എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫോഗ് ലാമ്പ് സ്വിച്ച് എന്ന് പറഞ്ഞ സ്വിച്ച്, അതായത് മുകളിൽ നമ്മൾ കണക്ട് വെച്ചിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള സ്വിച്ചാണ്. ആ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ടെർമിനലിൽ നമ്മൾ കൊടുക്കാം. മനസ്സിലായില്ല? 2 കളർ വയർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ആ 12 വോൾട്ട് സപ്ലൈ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ആ എൻഡിലൂടെ എന്ത് ചെയ്യും, രണ്ടാമത്തെ വയറിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ ഞാൻ യെല്ലോ വയറിലാണ് ഇൻപുട്ട് കൊടുത്തത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വൈറ്റ് വയറിൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വരും, 12 വോൾട്ട് സപ്ലൈ വരും. അപ്പോൾ ഈ 12 വോൾട്ട് സപ്ലൈ ഈ വൈറ്റ് വയറിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് നീളത്തിന് ഒരു കഷ്ണം വയർ കൂടി ഇൻസുലേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് താഴെ നമ്മുടെ ഫോഗ് ലാമ്പിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിലൂടെയൊക്കെ വയർ റൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ടൈറ്റായിട്ട് റൂട്ട് ചെയ്യാൻ പാടില്ല, കുറച്ച് ലൂസ് വേണം. കാരണം വെച്ചാൽ നമ്മുടെ ആ ഒരു ഹാൻഡിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ടതൊക്കെയാണ്. അപ്പോൾ തിരിയുന്ന സമയത്ത് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞ് മുറുകിയിട്ട് അവസാനം പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഷോർട്ടായി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം വയറിങ്ങിനെ ബാധിക്കും. ചിലപ്പോൾ നമ്മളെ വയറിങ്ങും കിറ്റ് തന്നെ ചിലപ്പോൾ മാറേണ്ട പ്രശ്നങ്ങളൊക്കെ വരും. കാരണം ഷോർട്ടായി കഴിഞ്ഞാലൊക്കെ കറക്റ്റ് ഫ്യൂസ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മുകളിൽ നിന്ന്
താഴേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വയർ എന്ത് ചെയ്യുക, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഭാഗത്തേക്കായിട്ട് 2 ഫോഗ് ലാമ്പിലേക്ക് കൊടുക്കുകയാണ് ഇവിടുന്ന് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ടാണ്, കണ്ടില്ലേ, ഇതുപോലെ ഇൻസുലേറ്റ് ചെയ്ത് 2 ഭാഗത്തേക്കും കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മളെ ക്രാഷ് ഗാർഡിൻ്റെ അടിഭാഗത്ത്, അതായത് മോൾ ഭാഗത്ത് തന്നെയാണ്, അതിൻ്റെ താഴേക്കാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം മുകളിൽ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാലൊക്കെ ഇതിലിങ്ങനെ തടഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്, ഇപ്പോൾ മാറ്റി താഴത്തേക്ക് ആക്കിക്കണ്ടല്ലേ. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റിൻ്റെ പോസിറ്റീവ് വയറിലാണ് നമ്മൾ മുകളിൽ നിന്ന് വന്ന ആ ഒരു വയർ കണക്ട് ചെയ്യേണ്ടത്. 2 ലാമ്പിൻ്റെയും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 ലാമ്പിൻ്റെയും ഈ റെഡ് വയർ, അതായത് പോസിറ്റീവ് വയർ നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് നമ്മൾ വലിച്ചുകൊണ്ട് വന്ന ആ വയറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോഡി, അതായത് നമ്മളെ വണ്ടിയുടെ ബോഡി ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ എവിടെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്താൽ മതി. മിക്കവാറും ഇതുപോലെ നമ്മൾ മൗണ്ട് ചെയ്യുന്ന ഈ ഒരു സ്ക്രൂവിൽ നമുക്ക് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഫോഗ് ലൈറ്റ് മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് മിക്കവാറും ഫൈബറിൻ്റെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് മെറ്റൽ ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബാക്ക് സൈഡ് തന്നെ കണ്ടില്ലേ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂവിൽ ഞാൻ എന്ത് ചെയ്തു, നെഗറ്റീവ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചില ആളുകളൊക്കെ താഴെ അതുപോലെ ഈ സൈഡിലൊക്കെ നമ്മുടെ ഫോഗ് ലാമ്പ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് താഴേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മണ്ണും പൊടിയും മഴക്കാലമൊക്കെ ആകുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മൾ ആ ഒരു റെഡ് വയർ നമ്മളെ മുകളിൽ നിന്ന് വന്ന ആ ഒരു വയറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പിന്നെ നമ്മുടെ ലാമ്പ് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ആ ലാമ്പിൽ തന്നെയുള്ള ആ ഒരു സ്ക്രൂവിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന കണക്ഷനാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്നും കൂടി കാണുക, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ചെയ്യുന്നത് കുറച്ച് പ്രോപ്പറായിട്ട്, അതായത് നല്ല രീതിയിൽ ഇൻസുലേറ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുക. എന്താ പറയുക, ഷോർട്ട് ആവും, നമ്മൾ ബോഡിയായിട്ട് ടച്ച് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബോഡി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ഡയറക്റ്റ് ടച്ച് വന്നു കഴിഞ്ഞാൽ ഷോർട്ടായി പോകും. അപ്പോൾ ഫ്യൂസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പ്രൊട്ടക്ഷൻ ഇല്ലാതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പഴയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൊത്തം വയറിംഗ് കിറ്റ് തന്നെ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ സിമ്പിളാണ് സംഭവം, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഒന്ന് കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലെ ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.